കരയിടിച്ചിൽ രൂക്ഷമായ മയ്യിൽ പഞ്ചായത്തിലെ കൊറളായി ദ്വീപിനെ സംരക്ഷിക്കാൻ സംരക്ഷണ ഭിത്തി എന്നത് ഇന്നും കടലാസിലാണ്. കാലവർഷം എത്തിയതോടെ 160 കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ് കഴിയുന്നത്. വളപട്ടണം പുഴയിൽ രൂക്ഷമായി തുടരുന്ന കരയിടിച്ചിൽ മൂലം മയ്യിൽ പഞ്ചായത്തിലെ കൊറളായി ദ്വീപും ഇല്ലാതാവുകയാണ്. തങ്ങൾ ജനിച്ചു വളർന്ന വീടും കിടപ്പാടവും പുഴയിലേക്ക് പതിക്കുമോ എന്ന ഭീതിയിലാണ് പുഴയോര നിവാസികൾ. ദ്വീപിനെ സംരക്ഷിക്കാൻ സംരക്ഷണ ഭിത്തി എന്നത് കടലാസിൽ ഒതുങ്ങുകയാണ്. ഈ സൈഡ് കംപ്ലീറ്റ് കഴിഞ്ഞ പ്രാവശ്യം വളർന്നിട്ട് ഒരു പടി ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കൊല്ലം ഈ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വളരെ ഭീഷണിയില്ല വീട്ടിൻ്റെ. കാരണം നമ്മളൊരു 10-30 വർഷം പുറത്ത് പോയി പണിയെടുത്ത് ആകെ എടുത്തൊരു വീടാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് ആ അവസ്ഥയിൽ നമുക്ക് വളരെ ടെൻഷനിൽ നമുക്ക് സംസാരിക്കാൻ നിങ്ങളോട്ട് കഴിയുന്നില്ല. ഇതൊരു ഭാഗത്ത് ഞങ്ങൾ താണു ആ അവസ്ഥയിൽ നമ്മളുണ്ട്. 3-4 പിള്ളേരും നമ്മളും വെള്ളം വരുമ്പോൾ ആകെ ഇടുന്ന് ഞങ്ങൾ നിറവേലും വെക്കും. കാരണം ചില സമയത്ത് പൊട്ടെന്ന് പൊന്തിക്കളിയും. ആ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. പെടുത്തി ഞങ്ങൾ എത്രയോ പ്രാവശ്യം മെമ്മറാണ്ടം MP-ക്കും MLA-ക്കും എല്ലായിട്ട് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. മഴക്കാലത്ത് കൊറളായി ദ്വീപിന്റെ പുഴയോരത്ത് താമസിക്കുന്നവർ കരയിടിച്ചൽ കാരണം ഭീതിയുടെ മുൾമുനയിൽ കഴിയുകയാണ്. ഇതന്നെ ഞങ്ങൾ 20 കൊല്ലമായി ഇങ്ങനെ ഈ പാലം മൂലം ഇങ്ങനെ ഇടിഞ്ഞിട്ട് നിൽക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പേടിച്ചിട്ട് എന്നാൽ ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഒന്നും തിരിയുന്നില്ല. പാലം പണിയെടുത്തിട്ട് അവർ ബാക്കിയുള്ള സാധനം കൊണ്ട് പോയി ഇതിന് പിന്നെ അവർ ഈ ഭാഗത്ത് നോക്കിയിട്ടില്ല. ഇനി നമ്മളെന്നാ ഇത് ചെയ്യേണ്ടത്? നമ്മൾ എത്രയോ പരാതി കൊടുത്തു, ഇനി ഒരു പരാതി കൊടുക്കാനില്ല. ഇനി നമുക്കിത് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇനി ഈ വെള്ളത്തിൽ പോക്കേയില്ല. രാത്രി ആയാൽ പിന്നെ തീരെ ഈ കാറ്റും മയം പറഞ്ഞാൽ ഏത് ഭാഗത്ത് എണീറ്റ് പോകേണ്ടതെന്ന് പായറക്കെല്ലാം ഓർമ്മിക്കലാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. 20 കൊല്ലവും ഇനിയൊരു പരാതി നമ്മൾ കൊടുക്കാനില്ല. പുഴയോരത്ത് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ ദ്വീപിന്റെ 4 ഭാഗങ്ങളിലും കരയിടിച്ചൽ രൂക്ഷമാണ്. പല ഭാഗങ്ങളിലും വീടിനോട് ചേർന്ന സ്ഥലങ്ങളും കൃഷിയിടങ്ങളും കളിസ്ഥലവും നേരത്തെ തന്നെ കരയിടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചു. 300 ഏക്കറോളം ഉണ്ടായിരുന്ന ദ്വീപ് ഓരോ കാലവർഷത്തിലും പുഴയിലേക്ക് പതിക്കുകയാണ്. നിലവിൽ 75 ഏക്കറിലേറെ സ്ഥലം നഷ്ടമായതായി നാട്ടുകാർ പറയുന്നു. പുഴയോരം ഭിത്തി കെട്ടി തങ്ങളുടെ വീടിനും സ്ഥലത്തിനും സംരക്ഷണം നൽകണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് സംരക്ഷണത്തിനായി പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും വിജയം കണ്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആയാർ മുനമ്പ്, നണിയൂർ നമ്പ്രം തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളിലും കരയിടിച്ചൽ രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.